കദീസു, ഓ ഒരു ഗ്ലാസ് സുലൈമാനി കൊണ്ടുവാ. എന്താന്ന് നേരത്തെ എത്തിയിട്ടുണ്ടല്ലോ. ഇന്നിപ്പോ ആ പത്രക്കാരന്റെ സൈക്കിളിലാ വന്നത്. മോനെ സഫാനെ, എന്താ ഈ മദ്രസയിൽ പോണില്ലേ? ഞാൻ പോവാണ്. മോൻ നല്ലോണം പഠിക്കണം. ഉപ്പാന്റെ കുട്ടി കളിയൊക്കെ മാറ്റി വെച്ചിട്ട് പഠനത്തിന് നല്ലോണം ശ്രദ്ധിക്കണം. 7ാം ക്ലാസ് ആണ്. പൊതുപരീക്ഷയിൽ 5ാം ക്ലാസ്സിൽ ഫസ്റ്റ് റാങ്ക് വാങ്ങിയ മാതിരി എന്റെ മോൻ 7ാം ക്ലാസ്സിലും വാങ്ങണം. എന്നാ ഞാൻ പോട്ടെ. ശരി. കദീസു, സുലൈമാനി ആയില്ലടി. തപ്പ കൊണ്ടുതരാം. ഈ സ്കൂളിൽ പോണില്ലേ മോളെ? പോണു ഉപ്പാ. ദാ ചായ. സൗദാത്ത 10ൽ വാങ്ങിയ മാർക്ക് കണക്കറിയില്ലേ മോളെ? അതുപോലെ മോള് വാങ്ങിക്കാം. ഞാൻ അപ്പുറം മേടിക്കാം. മോളെ സൗദേ, എന്തോപ്പാ? മോള് കഞ്ഞി ഒടിച്ച് വേഗം കോളേജിൽ പോകാൻ നോക്ക്. നേരം മണിയായില്ലേ? അങ്ങാടിന്ന് മേലെ സ്റ്റോപ്പൊന്ന് കയറിയാ മതി. താഴത്തുനിന്ന് കയറണ്ട, തിരക്കാ. പോരാത്തതിന് ചെക്കന്മാര് പെണ്ണുങ്ങളെ മുട്ടിയിട്ടാ നിൽക്കുക. ഇപ്പോഴത്തെ കാലം ഭയങ്കര മോശ. മുള്ളു വായമ്പിൽ വീണാലും വായ മുള്ളുമ്പിൽ വീണാലും കേട് വായിക്കാം. ഇന്നലെ നമ്മുടെ മഹല്ല ബാവാന്റെ മോള് ഒരു അമുസ്ലിമിന്റെ കൂടെ ചാടിപ്പോയി. അക്ഷയ കോളേജിലേ പെണ്ണേ, സാനിയ പേരുള്ള കുട്ടിയല്ലേ? അവളും അവളുടെ പേരൊക്കെ ഒരുമാതിരി തന്നെ. അപ്പോ സൂക്ഷിച്ചു പോണം. വെറുതെ ആള് സ്വറ പറയാൻ നിൽക്കരുത്. ഉപ്പ, ഞാൻ പറഞ്ഞ പുസ്തകം മേടിച്ചോ? 2-3 ദിവസമായി അതില്ലാണ്ട് ക്ലാസ്സിൽ പോണ്. അതില്ലാതെ മാഷെന്നെ എന്നും വഴക്ക് പറയും. ഉപ്പാന്റെ കുട്ടിക്ക് കടം വാങ്ങിയിട്ടാണെങ്കിലും വാപ്പ പുസ്തകം വാങ്ങി തരൂലേ? മോള് നന്നായിട്ട് പഠിച്ചാ മതി. കദീസുമോ, ഞാൻ പോയിട്ട് വരാം. നിങ്ങൾ എപ്പളാ വരിക? വരുമ്പോ ഇത്തിരി കൂട്ടാൻ വെക്കാൻ എന്തേലും മേടിച്ചോണ്ട് വരി. ഒന്നില്ല ഇവിടെ. അലിഫ് ബാഹ് താഹ് സാഹ്. അലിഫ് അലിഫ്. ബാഹിന് പുള്ളി താഴെ. പുള്ളി താഴെ. താഴെയല്ല, താഴെ. താഴെ. താഹിന് പുള്ളി 2 മേലെ. പുള്ളി 2 മേലെ. സാഹിന് പുള്ളി 3 മേലെ. പുള്ളി 3 മേലെ. സാഹിന് പുള്ളി 3 മേലെ. ഉസ്താദെ, പുള്ളി 2 ഉള്ളൂ. അത് ഇടാത്ത എന്താ അറിയോ നിങ്ങക്ക്? ഇല്ല. അതിലൊരു കഥയുണ്ട്. അതെന്താന്നറിയോ? അറിയും. എന്നാല് അറിയണ കുട്ടിയോള് അറിയാത്ത കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കാം. മനസ്സിലായോ? ആ പിരിയക്കാരൻ അവിടെ നോക്കണുണ്ടടി. നീ നോക്കണ്ട, ഇവനിത് സ്ഥിരം പണിയാക്കിയിരിക്കുക. എങ്ങനെയാണ് നോക്കിട്ട് ഒരെണ്ണം കൊട്ടിക്കണം. നോക്കണ്ട. കോളേജിലേക്കാ? അല്ല, ചന്തയ്ക്കാ. നീ വാടി. 14-ാം രാവിലെ ചന്ദ്രനെ പോലെയായിരുന്നു ആ മുഖം. തിങ്ങിയ താടി, വെള്ളയിൽ ചുവപ്പ് കലർന്ന നിറം, മാർദ്ദവമുള്ള വെളുത്ത പല്ലുകൾ, സുറുമയിടപ്പെട്ട കണ്ണുകളും ഇവ തിരുമേനിയുടെ പ്രത്യേകതകളായിരുന്നു. ചേലാകർമ്മം ചെയ്യപ്പെട്ടവരായി ജനിക്കപ്പെടുകയും ജനിക്കുമ്പോൾ പ്രവാചകരുമല്ലാത്ത ഒരു മഹാത്മാവ്.
ആരാണ്? നല്ലവണ്ണം ആലോചിച്ച് നാളെ ക്ലാസ്സിൽ വരുമ്പോ പറഞ്ഞു തരിക. എടി, മാഷി പറഞ്ഞത് വല്ലോ നിനക്ക് മനസ്സിലായോ? ആരായിരിക്കും ആ മഹാത്മാവ്? ആവോ, എനിക്കൊന്നും മനസ്സിലായില്ല. എന്തായാലും നാളെ വെളുക്കോളം സമയമുണ്ടല്ലോ, നമുക്ക് കണ്ടുപിടിക്കാം. നീ വാ. അല്ല, സുനീറയല്ലേ വരുന്നേ? ഹായ് സുനീറ, നീ എപ്പോഴാ വന്നേ? മോളെ അറിയൂടാ? വാവേ. അല്ലടി, അന്റെ കെട്ടിയോനോ? ആ കാര്യമൊന്നും പറയണ്ട എന്റെ സൗദ. ജീവിതം തന്നെ മടുത്തു. എന്തേ? ബാപ്പ കുറച്ച് മുതൽ സമ്പാദിച്ചു, അതിൽ എന്റെ കഷ്ടപ്പാടും തുടങ്ങി. നീ എന്താ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിനക്കറിയില്ല സൗദ, ഞാൻ എന്റെ ക്ലാസ്മേറ്റ് അല്ലേ. ഇത് നോക്കിയേ, എന്റെ കുട്ടിക്ക് ഇപ്പൊ 2 വയസ്സ് കഴിഞ്ഞു. ബാപ്പ ഗൾഫിൽ പോയി കുറച്ച് മുതൽ സമ്പാദിച്ചപ്പോ എന്നെ വേഗം കെട്ടിച്ചയച്ചു. ഞാനിപ്പോ ഈ ഗതികേടിലായി. എന്റെ കെട്ടിയന്റെ വീട്ടിൽ ഞാൻ ഇന്നുവരെ ഒരു സുഖം അനുഭവിച്ചിട്ടില്ല. അവർക്ക് വേണ്ടത് എന്നെ എന്റെ കുട്ടീനെ അല്ല, എന്റെ മുതലാ. ഇപ്പോഴും അവരെന്നെ അയച്ചത് മുതല് ചോദിച്ചിട്ടാ. ഇനി വേണത്രേ അവർക്ക് മുതല്. അതിന് നിന്റെ ഉപ്പ അസുഖം ബാധിച്ച് വീട്ടിലല്ലേ? എന്ത് ചെയ്യുക, എന്റെ ഭർത്താവ് പോലും അവരുടെ സൈഡാ. ഞാനിപ്പോ ജീവിക്കുന്നത് തന്നെ ഇവക്ക് വേണ്ടിയാ. ഇല്ലെങ്കിൽ എന്നെ എന്റെ ജീവിതം അവസാനിപ്പിച്ച. ഞാൻ പോവാ. സ്നേഹം കുതിപ്പിച്ച മഴവില്ലിൻ പൂവിന് 1000 ആശംസകളോടെ നസീർ എഴുതുന്നത്. 3-4 മാസങ്ങളായി നീ എന്ന ചിന്ത മാത്രമാണ് എന്നിലുള്ളത്. പുഞ്ചിരിയിൽ നിർഗളിക്കുന്ന ആ സ്നേഹ പൈങ്കിളിയെ മനസ്സിൽ നിന്നും അകറ്റാൻ കഴിയില്ല. ഒരുപാട് വട്ടം നിന്നോട് സംസാരിക്കാനെടുത്തപ്പോൾ നീ അകലുകയാണ് ചെയ്തത്. തീർത്തും അതിലെനിക്ക് സന്തോഷമാണുള്ളത്. കാരണം ഒരാൾ സംസാരിക്കുമ്പോഴേക്കും ചാടി വീണ് സംസാരിക്കുന്ന പ്രകൃതി പെൺകുട്ടികൾക്ക് യോജിച്ചതല്ലെന്ന് പൂർണ്ണമായ വിശ്വാസം എനിക്കുണ്ട്. ഈ കത്തിന് മറുപടി തരാൻ ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നില്ല. മോളെ സൗദ,